നമസ്കാരം. കുറച്ച് നേരത്തേക്ക് നമ്മുടെ മാപ്രകൾ അവരുടെ തനി കോണം കാണിച്ചു. തിരുവനന്തപുരം മേയർ ബി.ജെ.പിയുടെ മേയർ വി രാജേഷിനെ പ്രധാനമന്ത്രിയും കൂട്ടരും അവഗണിച്ചു എന്ന തരത്തിലായിരുന്നു. കാരണം നമുക്കറിയാം, പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വരുമ്പോൾ മേയറായിരിക്കുന്ന ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ആ വ്യക്തി കൂടെ വേണം സ്വീകരിക്കാൻ. എന്നാൽ മുഖ്യമന്ത്രിയെയും ഗവർണറെയൊക്കെ കണ്ടു, പക്ഷേ വി രാജേഷിൻ്റെ പേരില്ലായിരുന്നു. അപ്പോൾ PMO കൊടുത്ത ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് PMO വെട്ടിയതാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി വെട്ടിയതാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരോ അദ്ദേഹത്തിന് പാര വച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ മോദിയും കൂട്ടരും അവഗണിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ മാപ്രകൾ വാർത്ത പടച്ചുവിട്ടത്. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഔദ്യോഗിക പരിപാടിയും, അതായത് സർക്കാരിൻ്റെ തന്നെ പരിപാടി ഉണ്ടായിരുന്നു. അതിലാണ് 4 ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ പരിപാടിയിലും മേയറെ കണ്ടു, വി രാജേഷിനെ കണ്ടു. അത് നമുക്കറിയാം, സാധാരണ രീതിയിലുള്ള ഫോർമലായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. അവിടെ നമുക്ക് മറ്റ് സ്നേഹപ്രകടനങ്ങളോ അങ്ങനെയുള്ള കാഴ്ചകളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വളരെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി കഴിഞ്ഞതിന് ശേഷം പാർട്ടി പരിപാടിയിലേക്ക് വന്നു. BJPയുടെ പരിപാടിയിലേക്ക് വന്നപ്പോഴാണ് അവിടെ വെച്ച് നമ്മൾ കണ്ട കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച കാണും വരെ മാപ്രകൾ പടച്ചു വിട്ടതിൽ എന്തോ കാര്യമില്ലേ എന്ന് ചിന്തിച്ച കുറച്ച് ആളുകളെങ്കിലും ഉണ്ടായിരിക്കും, BJPക്കാരിൽ പോലും. പക്ഷേ ഇത് കണ്ടതോടുകൂടി മനസ്സിലായി, അവിടെ മറ്റാരെയും നരേന്ദ്രമോദി ഇങ്ങനെ കെട്ടിപ്പിടിച്ചില്ല, മറ്റാരുടെയും കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തി ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരു അവഗണനയും ഈ വി രാജേഷ് എന്ന തിരുവനന്തപുരം മേയറോട് കാട്ടിയിട്ടില്ല എന്ന് ഈ ദൃശ്യം കണ്ടതോടുകൂടി ഉറപ്പായി. ഇനി ഇവിടുത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന അവർ എന്ത് തരം പണിയാണ് ചെയ്യുന്നത് എന്നെങ്കിലും ആലോചിക്കണം. കാരണം തിരുവനന്തപുരത്തെ കോർപ്പറേഷന് ഒരു പരിധിയുണ്ട്, പുറത്തോട്ട് അതിന് അധികാരവുമില്ല, സ്ഥലവുമില്ല. അപ്പോൾ അതിനകത്തെ മേയർ ഇന്നേ ദിവസം എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവർ പിന്നെ എന്തിനാണ് ഈ പണിയും കൊണ്ട് നടക്കുന്നത്? വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രോഗ്രാം തീരുമാനിക്കപ്പെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ ഒരു തീയതിയിലാണ് വരുന്നത് എന്ന്, ഇതാണ് സൗകര്യം എന്ന രീതിയിൽ PMO അറിയിപ്പ് കൊടുക്കുന്നു. ആ രീതി അനുസരിച്ച് ഇവിടെ ഈ പരിപാടി വെക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം മേയർ വി രാജേഷ് ഏറ്റ 2 വേറെ പൊതുപരിപാടികളുണ്ടായിരുന്നു. അദ്ദേഹം കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ കോർപ്പറേഷന് കീഴിലുള്ള 2 പരിപാടികളായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് മാറ്റിവെക്കാം, കാരണം പ്രധാനമന്ത്രിയാണല്ലോ വരുന്നത്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകാം. അതുകൊണ്ട് ഈ നേരത്തെ മുൻ നിശ്ചയിച്ച ഈ പരിപാടികൾ മാറ്റിവെക്കാം, വേറെ ദിവസത്തേക്ക് വെക്കാം, എന്നിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകാം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. പകരം അദ്ദേഹം ആ പരിപാടികൾക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം റെയിൽവേ ഈ ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്കും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം പാർട്ടി പരിപാടിയിലും പങ്കെടുത്തു. ഇനി അദ്ദേഹം ആദ്യം നിശ്ചയിച്ച പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോയിരുന്നു എന്ന് തന്നെ വെക്കുക. അദ്ദേഹം സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രിയുണ്ട്, അതേപോലെ തന്നെ ഗവർണറുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോയതിനു ശേഷം പിന്നാലെ മാത്രമേ മേയർക്ക് പോകാൻ പറ്റൂ. അതും മുഖ്യമന്ത്രി പോകും, പിന്നെ ഗവർണർ പോകും. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് പോകാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി റോഡ് ഷോയും കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയാലും വി രാജേഷിന് ആ സമയത്ത് ഒരുപക്ഷെ അവിടെ എത്താൻ പറ്റിയെന്ന് വരില്ല. ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ ചെന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന് റോഡ് ഷോയിൽ പോകുമ്പം തീർച്ചയായിട്ടും പിന്നാലെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളൊക്കെ കാണും, പോലീസിൻ്റെ നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ കാണും. വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് വെപ്രാളപ്പെട്ടൊക്കെ ഓടിക്കേറിയൊക്കെ വരാം. പക്ഷേ അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേയർ ആര്യ രാജേന്ദ്രന് പറ്റിയ ആ അബദ്ധം ഇവിടെയും പറ്റും. ഓർമ്മയുണ്ടോ? നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരിക്കൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. അവരുടെ കോൺവോയ്, അതായത് വാഹന വ്യൂഹം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ്റെ വാഹനം ഇതിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു കയറി. അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ മറ്റുമൊക്കെ ഉണ്ടാക്കി. അവരും ശരിക്കും പേടിച്ചു പോയി. പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ രാഷ്ട്രപതി അവരെ വിളിച്ച് സംസാരിച്ചു, ആശ്വസിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അന്ന് വലിയ വിമർശനം ഉണ്ടായതാണ്. കാരണം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്കാണ് ഈ മേയറുടെ വാഹനം ഓടിച്ച് കയറിപ്പോയി. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത്. അവർക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പങ്കെടുക്കേണ്ടതുണ്ടായിരിക്കാം. ഒരുപക്ഷേ അതിന് വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് പാഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേയർ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വരണ്ട, അവിടെ വേദിയിൽ കണ്ടാൽ മതി എന്ന രീതിയിൽ അവർ ആ പരിപാടി തീരുമാനിച്ചത്. പക്ഷേ അതിനെപ്പോലും ഏത് തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ, അത് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ നേരത്തേക്ക് ഏതൊക്കെ തരത്തിലാണ് അവർ വാർത്ത പടച്ചുവിട്ടത് എന്നോർക്കുക. പിന്നീട് ഈ ദൃശ്യം കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ പടച്ചുവിട്ടത് ഒരുപക്ഷെ അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ മരുന്നുകൾ മാത്രമല്ല, വിവാദങ്ങൾ കൂടി ഭക്ഷിച്ചാൽ മാത്രമേ വയറ് നിറയത്തുള്ളൂ. അങ്ങനെ ഒരു ജനതയായിപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് നന്നായിട്ട് അറിയാവുന്ന മാപ്രകൾ ഈ രീതിയിൽ അത് പടച്ചുവിട്ടത്. പക്ഷേ ഈ ഒരു കേസിൽ ഒരുപക്ഷെ BJPയുടെ പ്രവർത്തകരും ചില നേതാക്കൾ പോലും വിചാരിക്കും വി രാജേഷിന് ആ മറ്റ് 2 പരിപാടികൾ മാറ്റിവെച്ചിട്ട് പ്രധാനമന്ത്രിയെ പോയി സ്വീകരിച്ചുകൂടെ എന്ന് വിചാരിക്കും. പക്ഷേ വി രാജേഷ് ചെയ്തു തന്നെയാണ് ശരി. മുൻ നിശ്ചയിച്ച പ്രകാരം അദ്ദേഹം ആ പരിപാടിക്ക് പോയി. എന്തായാലും നരേന്ദ്രമോദി പങ്കെടുത്ത 2 പരിപാടിയിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടു. ഒരെണ്ണം ഔദ്യോഗികമായിട്ടുള്ളതായിരുന്നെങ്കിൽ ഒന്ന് പാർട്ടി പരിപാടിയായിരുന്നു.
പാർട്ടി പരിപാടിയിൽ ഈ ഔപചാരികതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പുണരുന്ന നരേന്ദ്രമോദിയെ കണ്ടു, അദ്ദേഹത്തിന് കൈ പിടിച്ചുയർത്തുന്ന നരേന്ദ്രമോദിയെയും കണ്ടു. അതോടെ എല്ലാവരുടെയും ആ കുത്തിത്തിരിപ്പ് അതോടെ അങ്ങ് തീരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അത്തരം മാപ്രകൾക്കും അത്തരം മാപ്രകൾ പടച്ചുവിടുന്ന വാർത്തകൾ കണ്ട് കോൾമേർ കൊള്ളുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും അതേപോലെ തന്നെ ഒരു തമ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കയറിയാൽ നിങ്ങൾക്കതല്ല കാണാനാവുക, അതിൻ്റെ യാഥാർത്ഥ്യമാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊള്ളുന്നു.